ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിൽ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. 20ഓളം മാർക്കാണ് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാൻ സമയം കളയാനില്ല. എന്താണ് ഫയർ? ജ്വലനശീലമുള്ള ഒരു വസ്തു അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനത്തെയാണ് അഗ്നി എന്ന് പറയുന്നത്. ഫയർ ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. ഫയർ ഒരു രാസപ്രവർത്തനമാണ്. അഗ്നി ഒരു രാസപ്രവർത്തനമാണ്. അഗ്നിയുടെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിൻ്റെയോ ഓക്സിജൻ്റെയോ തുടർച്ചയായുള്ള ലഭ്യതയെ ആശ്രയിച്ചിട്ടിരിക്കാം. ഫയർ നമ്മൾ 5 ടൈപ്പായിട്ട് തിരിക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഫയർ. വിവിധ തരത്തിലുള്ള അഗ്നികൾ. അഗ്നിയുടെ വലിപ്പം, ആകൃതി, വ്യാപന രീതി എന്നിവ അടിസ്ഥാനപ്പെടുത്തി അഗ്നിയെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. പൂൾ ഫയർ, ജെറ്റ് ഫയർ, ഫയർ ബോൾ, ഫ്ലാഷ് ഫയർ, ഫ്ലെയിംസ് എന്നിങ്ങനെ. ഇതിൽ പൂൾ ഫയർ എന്നാൽ തിരശ്ചീനമായ ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ സംജാതമാകുന്ന ബാഷ്പം ഓക്സിജനുമായി ചേർന്നുണ്ടാകുന്ന ഈ ഫയറിനെയാണ് ഈ പൂൾ ഫയർ എന്ന് പറയുന്നത്. അതായത് കടലിലൊക്കെ ലീക്കാവുന്ന പെട്രോളിയം, ഓയിൽ അതിലൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തം ഇതിന് ഉദാഹരണമാണ്. അടുത്തത് ജെറ്റ് ഫയർ. തുടർച്ചയായി ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്നോ അല്ലെങ്കിൽ പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുന്ന ദ്രാവകമോ വാതകമോ അതിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെയാണ് ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലാഷ് ഫയർ. കത്താൻ പര്യാപ്തമായ ഇന്ധന ബാഷ്പമോ ഓഡിയോ ദ്രാവക ഇന്ധനങ്ങളുടെ സൂക്ഷ്മകണികകളെ ആവശ്യമായ വായുവിൻ്റെ സാന്നിധ്യത്തിൽ പെട്ടെന്നും ശക്തിയായും തീവ്രമായും കത്തുന്നതിന് പറയുന്നതാണ് ഈ ഫ്ലാഷ് ഫയർ. അടുത്തത് ഫയർ ബോൾ. ഇന്ധന ബാഷ്പവും വായുവും കൂടിച്ചേർന്ന മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിന് പറയുന്ന പേരാണ് ഫയർ ബോൾ. ബോയിലിംഗ് ലിക്വിഡ് വേപ്പർ എക്സ്പ്ലോഷൻ. ഇത് സംഭവിക്കുമ്പോഴാണ് ഫയർ ബോൾ സൃഷ്ടിക്കുന്നത്. ബ്ലീവ് എന്ന് തന്നെ പറയും. ബോയിലിംഗ് ലിക്വിഡ് വേപ്പർ എക്സ്പ്ലോഷൻ. അടുത്തത് ഫ്ലെയിംസ്. ഏതാണ്ട് മുഴുവൻ ജ്വലന പ്രക്രിയകളും സംഭവിക്കുന്നത് ബാഷ്പാവസ്ഥയിലാണ്. ഇന്ധന ബാഷ്പവും വായുവും ചേർന്ന മിശ്രിതം ജ്വലന പരിധിക്കുള്ളിൽ ആകുമ്പോൾ മാത്രമാണ് ജ്വലനം സംഭവിക്കുന്നത്. ഇന്ധന ബാഷ്പവും വായുവും തമ്മിൽ കലരുന്നതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഉന്നത ഊഷ്മാവിൽ ഡിഫ്യൂഷൻ വളരെ വേഗത്തിൽ നടക്കും. ഡിഫ്യൂഷൻ മുഖേന ഇന്ധന ബാഷ്പവും വായുവും കലർന്ന് സംഭവിക്കുന്ന ജ്വലനത്തെയാണ് ഡിഫ്യൂഷൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ നിരക്ക് ജ്വലനയുടെ വലിപ്പത്തെയും ജ്വലന നിരക്കിനെയും സ്വാധീനിക്കുന്നുണ്ട്.